ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോകം. ഈ ഒരു എപ്പിസോഡ് മുതൽ നമ്മൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കാണ് നോക്കാൻ പോകുന്നത്. ജാങ്കോ വെച്ചിട്ട് ജാങ്കോയുടെ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന പാക്കേജ് യൂസ് ചെയ്തിട്ട് APIs ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ ഏത് ലെവലിൽ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഏതൊരു രീതിക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും ഏതൊരു രീതിക്കും നമുക്ക് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നതിലേക്ക് നമ്മൾക്ക് ഫസ്റ്റ് കടന്നു വരാം. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ആയാലും ഇപ്പോൾ ഫ്ലട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ റിയാക്ട് JS ഉപയോഗിച്ച് വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് ആയിട്ട് നമ്മൾ API യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തയ്യാറാക്കുക. സോ നമ്മൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കാണ് ബാക്ക് എൻഡിൽ API വഴി കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട് എൻഡ് ഏതുമായിക്കൊള്ളട്ടെ. ഫ്രണ്ട് എൻഡ് നമുക്ക് ഫ്ലട്ടർ ആവാം, അല്ലെങ്കിൽ റിയാക്ട് JS ആവാം, അല്ലെങ്കിൽ ഏതൊരു ഫ്രണ്ട് എൻഡ് ലെവൽ ആപ്ലിക്കേഷൻ അജാക്സ് വെച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ബാക്ക് എൻഡ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും അത് സ്റ്റേബിളാണ്, സ്കേലബിൾ ആണ്. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡ് സ്കേലബിൾ ആക്കാം. അപ്പോൾ നമ്മൾ നേരെ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. എന്തിനാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഫ്ലെക്സിബിളാണ്, വളരെ സ്കെയിലബിളാണ്. ജാങ്കോ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് എൻഡ് ഭയങ്കര ലോഡ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് ജാങ്കോൻ്റെ റെസ്റ്റ് ഫ്രെയിംവർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക ബെറ്ററായി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ജാങ്കോ ഉപയോഗിച്ച് ബാക്ക് എൻഡ് മാത്രമല്ല ഫ്രണ്ട് എൻഡും ജാങ്കോക്ക് സപ്പോർട്ട് ഉണ്ട്. ജാങ്കോൻ്റെ ടെംപ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട് എൻഡും കൂടെ നമ്മൾ ഒറ്റ ജാങ്കോയിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ റെസ്റ്റ് ഫ്രെയിംവർക്ക് മാത്രമാണ് പറയുന്നത്. ബാക്ക് എൻഡ് സപ്പോർട്ട് മാത്രം ജാങ്കോ യൂസ് ചെയ്യും. ഫ്രണ്ട് എൻഡ് നമ്മൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് സച്ച് റിയാക്ട് JS വേണമെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ആകുമ്പോൾ ഫ്ലട്ടർ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് എൻഡിൽ നിന്ന് API ബാക്ക് എൻഡോട്ട് വിളിച്ചിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് റെസ്റ്റ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ APIs യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിന്റെ ഒരു അടിസ്ഥാന ഒരു ആർക്കിടെക്ചർ. അപ്പോൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് വളരെ സിമ്പിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്, നല്ല ക്വാളിറ്റി. ഇതും ഇത്രക്കും കുറെ കാലമായി ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഈ ഒരു വെബ് ടെക്നോളജി അല്ലെങ്കിൽ ഈ വെബ് ഫ്രെയിംവർക്ക് എന്നൊരു ഫീൽഡിലോട്ട് കടന്നു വന്നിട്ട് ഇത് ഇപ്പോഴും ഇതിന്റെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കുന്നുണ്ട്. പവർഫുൾ ആണ്, സംതിങ് പവർഫുൾ. അതായത് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് കുറേ കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് ഡെവലപ്മെന്റ് ഈസി ആക്കാനുള്ള കുറേ കാര്യങ്ങൾ ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കും ജാങ്കോ തമ്മിലുള്ള ഡിഫറൻസ് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ഫ്രെയിംവർക്കാണ്. ഈ ജാങ്കോ എന്ന വെബ് ഫ്രെയിംവർക്കിൽ ഒരു ആപ്ലിക്കേഷൻ മീൻസ് ഒരു പാക്കേജ് ആണ് ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. അത് യൂസ് ചെയ്ത് ജാങ്കോയിൽ തന്നെ നമ്മൾ APIs ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് വെച്ചിട്ടുള്ള ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് രണ്ട് ഫ്രെയിംവർക്കോ അങ്ങനെയൊന്നും വിചാരിക്കണം. ജാങ്കോയിൽ തന്നെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ആ ജാങ്കോനെ API ചെയ്യാനുള്ള രീതിക്ക് ആക്കി മാറ്റും. ഇതാണ് ഇവിടെ ഒരു നടക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ ഗൂഗിൾ സെർച്ചിലേക്ക് വരാം. വൈ ഡു വി യൂസ് റെസ്റ്റ് API ഇൻ ജാങ്കോ? ഇറ്റ് മേക്സ് സീരിയലൈസേഷൻ മച്ച് ഈസിയർ. സീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ വേറൊരു രീതിക്ക് JSON ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് സീരിയലൈസേഷൻ. അതൊക്കെ നമുക്ക് റെസ്റ്റ് ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ വന്നതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് പിന്നെ ഏതൊരു ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഫ്രണ്ട് എൻഡ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അറിഞ്ഞാൽ നമുക്ക് ഏതൊരു ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലട്ടർ നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലട്ടറിൻ്റെ കൂടെ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് APIs ചെയ്തിട്ട് ഫ്ലട്ടർ ഫ്രണ്ട് എൻഡിൽ മാത്രം ആക്ട് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ബാക്ക് എൻഡ് ഈ ഒരു API ത്രൂ കമ്മ്യൂണിക്കേഷൻ ജാങ്കോ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഏതൊരു ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു എൻ്റർപ്രൈസ് എന്താ പറയുക ചെറിയ ആപ്ലിക്കേഷൻ മുതൽ ഹൈ എൻഡിൽ നിൽക്കുന്ന ആപ്ലിക്കേഷൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കും ഏതെങ്കിലും ഒരു ഫ്രണ്ട് എൻഡ് ടെക്നോളജി ലൈക്ക് റിയാക്ട് JS ആവാം, ഫ്ലട്ടർ ആവാം, Vue.js ആവാം, ഏതെങ്കിലും ഒരു സിമ്പിൾ jQuery ആയാലും ആവാം. ഏതൊരു ഫ്രണ്ട് എൻഡ് ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ച് HTML വെച്ചിട്ട് നിങ്ങൾക്ക് jQuery വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിലോട്ട് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏത് രീതിക്കുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇപ്പോഴും അതിൻ്റെ എന്താ പറയുക
അതിൻ്റെ തട്ടിപ്പോഴും താന്ന് തന്നെ നിൽക്കുന്നുണ്ട്. നോഡ് ജേസ് ഉണ്ട് ബാക്ക് എൻഡ് ഫ്രെയിംവർക്ക് ആയിട്ട് APIs നമ്മൾ ഉപയോഗിക്കുന്നത്. നോഡ് ജേസ് ഗോ ലാംഗ്വേജ് ഇതിൻ്റെയൊക്കെ കൂടെ ജാങ്കോ ഫ്രെയിംവർക്ക് കിടപിടിച്ച് നിൽക്കുന്നുണ്ട്. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് APIs ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ APIs ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഒരു പ്രൊജക്റ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഈ ട്യൂട്ടോറിയൽ ആ രീതിക്കാണ് പോവുക. ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഫുൾ ഫ്ലോ ഈ ഒരു സീരീസ് മൊത്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ഡയലി ഈ ഒരു സെഷൻ അപ്ഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓർഡറിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് പുലിയാവാം. അപ്പോൾ നമ്മുടെ ഈ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിൻ്റെ ട്യൂട്ടോറിയലിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ തുടങ്ങുന്നു. ജാങ്കോന്റെ റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ ട്യൂട്ടോറിയൽ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. വെൻ ഷുഡ് യൂസ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്? എപ്പോൾ ജാങ്കോ യൂസ് ചെയ്യണം, ജാങ്കോന്റെ റെസ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യണം? വെൻ യു ആർ ഡെവലപ്പിംഗ് സം സർവീസ് ഇറ്റ്സ് ഗുഡ് ടു സെപ്പറേറ്റ് ഫ്രണ്ട് എൻഡ് ഫ്രം ബാക്ക് എൻഡ്. അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സെപ്പറേറ്റ് ആക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർ സ്കെയിലബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രണ്ട് എൻഡ് വേറൊരു സെപ്പറേറ്റ് ആയി നിൽക്കട്ടെ, ബാക്ക് എൻഡ് വേറെ സെപ്പറേറ്റ് ആയി നിൽക്കട്ടെ, അങ്ങനത്തെ ഒരു കേസിലാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കുക. അതാണ് ഒന്നുകൂടെ സ്കെയിലബിൾ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ജാങ്കോ തന്നെ നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്ത് കഴിഞ്ഞാൽ അത് കോഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ആകെപ്പാട് അലമ്പായി നിൽക്കുന്ന ഒരു സ്ട്രക്ചറിലായിരിക്കും അത് ഉണ്ടാവും. ഇത് ബാക്ക് എൻഡ് മാത്രം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് APIs യൂസ് ചെയ്യുക, ഫ്രണ്ട് എൻഡ് വേറൊരു സെപ്പറേറ്റ് കോഡ് ഫോർ റിയാക്ട് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോഡൊന്നും കൂടെ വൃത്തി ഉണ്ടാവും, കോഡൊന്നും കൂടെ നീറ്റ് ഉണ്ടാവും, അത് സെപ്പറേറ്റ് ആയി നിൽക്കും. പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ നമ്മളെ ആപ്ലിക്കേഷൻ ഫാസ്റ്റ് ആവും. അതായത് ജാങ്കോ തന്നെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നോക്കാതെ സെപ്പറേറ്റ് ഒരു ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഹൗ ഡസ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് വർക്ക്? റെസ്റ്റ് ഈസ് എ ലൂസ്ലി ഡിഫൈൻഡ് പ്രോട്ടോകോൾ ഫോർ ലിസ്റ്റിംഗ്, ക്രിയേറ്റിംഗ്, ചേഞ്ചിങ് ആൻഡ് ഡിലീറ്റിംഗ് ഡാറ്റ. അതായത് ക്രൂഡ് ഓപ്പറേഷൻ, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ ഒരു 4 മെയിൻ ആക്ഷൻസ് ആണ്. എന്താ പറയുക, ഈ ഒരു 4 സംഭവങ്ങളാണല്ലോ നമ്മളൊരു ആപ്ലിക്കേഷനിൽ നടക്കുന്നത്. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ 4 ആപ്ലിക്കേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിം. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന ജാങ്കോന്റെ ഒരു എന്താ പറയുക, ജാങ്കോന്റെ മേലെയാണ്. ജാങ്കോയിൽ ഈ ഒരു റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആണ് നമ്മൾ APIs ഉണ്ടാക്കുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് കോഡ് യു നീഡ് ടു ക്രിയേറ്റ് എ റെസ്റ്റ് ഇന്റർഫേസ്. അതായത് APIs ചെയ്യാൻ കുറേ പണികൾ, ഓതന്റിക്കേഷനും അങ്ങനെ കുറേ. ഓതന്റിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ ഒരു API, ഒരു എൻഡ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു പേജ് കാണാനുള്ള ഒരു എന്താ പറയുക, പേജ് കാണാൻ പെർമിഷൻ ഇപ്പോൾ കറക്റ്റ് യൂസർ തന്നെയാണോ, വേറെ അഡ്മിൻ ഡാഷ്ബോർഡ് കാണുന്നത് വേറൊരു യൂസർ വന്നിട്ട് അഡ്മിൻ ഡാഷ്ബോർഡ് കാണാൻ പാടില്ലല്ലോ. അങ്ങനത്തെ പെർമിഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമായിട്ട് ചെയ്യേണ്ടി വരും ഈ ഒരു റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കാതെ ചെയ്താൽ. ഈ ഒരു റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നത് കൂടെ കുറേ അഡ്വാൻറ്റേജ്, കോഡ് നമുക്ക് എഴുതാതെ ചെയ്യാൻ പറ്റും, കുറേ ടൈം നമുക്ക് ലാഭിക്കാം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിലേക്കും നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു ഗൂഗിളിൻ്റെ ഫസ്റ്റ് എന്താണ് ഈ ഒരു സംഭവം സെർച്ച് ചെയ്തതിൽ കണ്ട റിസൾട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ, ബെനിഫിറ്റ്സ് ഓഫ് റെസ്റ്റ് APIs is that they rely on the HTTP standard, which means it is format agnostic and you can use XML, JSON, HTML, etc. ഏത് ഉപയോഗിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ജാങ്കോ അല്ലെങ്കിൽ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഈ ഒരു ഫീൽഡിലോട് വരുന്നത് എങ്കിൽ അവർക്ക് കുറച്ച് ഡൗട്ട്, ഈ ഒരു ഡൗട്ട് അവർക്ക് ഉണ്ടാവുന്നതാണ്. ജാങ്കോ എന്താണ്, ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്താണ്? ജാങ്കോ ഈസ് ദ വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ഇൻ പൈത്തണിലുള്ള ഒരു വെബ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഈ ജാങ്കോ എന്ന് പറഞ്ഞത്. വേറസ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഈസ് എ ലൈബ്രറി, ഇറ്റ് ഇസ് എ പാക്കേജ് യൂസ്ഡ് ഇൻ ജാങ്കോ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ വെബ് ഫ്രെയിംവർക്കിൽ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു പാക്കേജാണ് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. ടു ബിൽഡ് റെസ്റ്റ് APIs ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അത്രയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഉപയോഗിക്കുന്നുണ്ട്, ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞത്, ഇതൊക്കെ എന്താണ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ഒരു ഇൻട്രോ ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ പറഞ്ഞു പോകും. ഇനി നമുക്ക് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ ഒരു സൈറ്റിലോട്ട്. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഈസ് എ പവർഫുൾ ആൻഡ് ഫ്ലെക്സിബിൾ ടൂൾ കിറ്റ് ഫോർ ബിൽഡിംഗ് വെബ് APIs. നമ്മൾ പറഞ്ഞല്ലോ, പവർഫുൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണങ്ങൾ അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത്രക്കും കോൺഫിഡൻസോട് കൂടെയാണ് നിങ്ങൾ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കും എന്ന് അവർ തന്നെ പറയുന്നു. ദ വെബ് ബ്രൗസബിൾ API ഈസ് ഹ്യൂജ് യൂസിബിലിറ്റി
win for your development. Authentication policy, serialization എന്ന് പറഞ്ഞ് ജാങ്കോന്റെ ORM സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ നോൺ ORM ഡാറ്റ സോഴ്സ്, ഇതൊക്കെ സീരിയലൈസ് ചെയ്യും. സീരിയലൈസേഷൻ മീൻസ് ഇറ്റ് കൺവേർട്ട് വൺ ഫോം ടു അനദർ ഫോം. അതായത് മോഡൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലാസ് ആയിട്ടല്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു എൻറ്റിറ്റി, ആ എൻറ്റിറ്റിനെ വേറെ രീതിക്ക് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് സീരിയലൈസേഷൻ എന്ന് ബേസിക് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒരു ഒബ്ജക്റ്റിന് JSON ആയിട്ട് റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഒരു ഫോം അല്ലെങ്കിൽ ഫോം ഡാറ്റ ഉണ്ട്, അതിന് JSON അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിക്ക് റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് JSON പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ രീതിക്ക് അത് മാറ്റി എന്തെങ്കിലുമൊക്കെ കാട്ടി അത് എന്തെങ്കിലുമൊക്കെ ബാക്ക് എൻഡിൽ ചെയ്യുന്ന ഒരു ഇതിനെയാണ് ഈ സീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺവേർട്ട് വൺ ഫോം ടു അനദർ ഫോം. അതാണ് സീരിയലൈസേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് കസ്റ്റമൈസബിൾ all the way down. Just use regular function based reviews if you don't need the more powerful feature. Customizable ആണ്. ഇഷ്ടം പോലെ നമുക്ക് APIs ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ജനറിക് ആയിട്ടുള്ള ക്ലാസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ രീതിക്ക് റെഗുലറായിട്ട് അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫുള്ളി കസ്റ്റമൈസ്ഡ്. പിന്നെ എക്സ്റ്റെൻസീവ് ഡോക്യുമെന്റേഷൻ, ഗ്രേറ്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം സപ്പോർട്ട് എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ആരും ഇതിന് നമുക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാക്ക് ഓഫ് ആയാലും ഗിറ്റബ് ആയാലും ഇത്തരം കിട്ടും. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഗ്രേറ്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇതിന്. യൂസ്ഡ് ആൻഡ് ട്രസ്റ്റഡ് ബൈ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് കമ്പനീസ് ഇൻക്ലൂഡിങ് മോസില്ല, റെഡ് ഹാറ്റ്, റോക്കു ആൻഡ് ഈവൻ ഫണ്ട് ചെയ്യുന്നുണ്ട്, സെൻട്രി ഫണ്ട് ചെയ്യുന്നുണ്ട്, സ്ട്രീം, ഇങ്ങനെ പറഞ്ഞ് കുറേ കമ്പനീസ് ഈ ഒരു ജാങ്കോൻ്റെ റെസ്റ്റ് ഫ്രെയിംവർക്കിന് ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാങ്കോ എന്താണ്, ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്താണ് എന്നുള്ളത് ചെറിയ രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ.